ടൂറിസ്റ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് ടൂർ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഈ പേപ്പറിൽ സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ എംബാർക്കേഷൻ ആൻഡ് ഡിസെംബാർക്കേഷൻ ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം എന്താണെന്ന് നോക്കാം. എംബാർക്കേഷൻ, ഇറ്റ് ഈസ് ദി ആക്ട് ഓഫ് പാസഞ്ചേഴ്സ് ആൻഡ് ക്രൂ ഗെറ്റിംഗ് ഓൺ എ ഷിപ്പ് ഓർ എയർക്രാഫ്റ്റ്, or it is a process of loading a passenger ship or an aeroplane with passengers or military personnel related to an overlapping with individual boarding on aircraft and ships. സിംപ്ലി പറയുകയാണെങ്കിൽ ഷിപ്സ് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ്, അതിൽ പാസഞ്ചേഴ്സ് കയറുന്ന പ്രോസസ്സ്, അതല്ലെങ്കിൽ ഗൂഡ്സ് കയറ്റുന്ന പ്രോസസ്സ്, അതിനാണ് നമ്മൾ എംബാർക്കേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ബോർഡിംഗ് എന്നും പറയാറുണ്ട്. അപ്പം ഡിസെംബാർക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പാസഞ്ചേഴ്സ് ഓർ ക്രൂ ഗെറ്റിംഗ് ഓഫ് ഫ്രം എ എയർക്രാഫ്റ്റ് ഓർ എ ഷിപ്പ്. ഒരു എയർക്രാഫ്റ്റ് നിന്ന് അല്ലെങ്കിൽ ഒരു ഷിപ്പിൽ നിന്ന് പാസഞ്ചേഴ്സ് ഗെറ്റിംഗ് ഓഫ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകുന്ന ആ പ്രോസസ്സ്, അതിനാണ് ഡിസെംബാർക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലീവിങ് എ ഷിപ്പ് ഓർ എയർക്രാഫ്റ്റ് ഓർ റിമൂവ് ഗുഡ്സ് ഓർ ബാഗേജസ് ഫ്രം എ ഷിപ്പ് ഓർ എയർക്രാഫ്റ്റ്. അപ്പം ഇൻ ടേംസ് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ ബാഗേജ് പറയുകയാണെങ്കിൽ അതിൽ കയറ്റിയിട്ടുള്ള ഷിപ്പ് അല്ലെങ്കിൽ എയർക്രാഫ്റ്റിലുള്ള ബാഗേജസ് അത് പുറത്തേക്ക് ഇറക്കുന്ന പരിപാടി, അതിനാണ് ഡിസെംബാർക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എംബാർക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രി ആണ്, ഡിസെംബാർക്കേഷൻ എന്ന് പറഞ്ഞാൽ എക്സിറ്റ് ആണ്, ഫ്രം ദി എയർക്രാഫ്റ്റ് ഓർ ഷിപ്പ്. ഓക്കെ, അപ്പം പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് പലർക്കും അറിയാം. നിങ്ങളെല്ലാവരും ഒരു പക്ഷേ എബ്രോഡ് പോയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ എയർപോർട്ട് വിസിറ്റ് ചെയ്ത ആൾക്കാരുണ്ടായിരിക്കാം. അപ്പം ഏകദേശം ഒരു ധാരണ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എന്തായാലും എംബാർക്കേഷൻ എന്ന് പറയുന്നത് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഷിപ്പിലേക്ക് പാസഞ്ചേഴ്സ് എൻ്റർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എംബാർക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ദ പാസഞ്ചർ എൻറ്റേഴ്സ് ദി എയർപോർട്ട് ആൻഡ് പ്രൊസീഡ് ടു ദി ടിക്കറ്റ് കൗണ്ടർ. അപ്പം നമ്മൾ ഇൻ പർട്ടിക്കുലർ എയർപോർട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ എയർപോർട്ടിൽ എൻ്റർ ചെയ്യുന്നു, അതുപോലെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ദ ഗ്രൗണ്ട് സ്റ്റാഫ് എക്സിക്യൂട്ടീവ് വിൽ ചെക്ക് ഇൻ പാസഞ്ചർ ബാഗേജ് ആൻഡ് ടാക്സ് ആൻഡ് ദ സ്ലിപ്സ് ടു ദ ബോർഡിംഗ് പാസ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെല്ലുന്നത് ബോർഡിംഗ് പാസ് എടുക്കാനായിട്ടാണ്. ബോർഡിംഗ് പാസ് എടുക്കാനായിട്ട് അതായത് ഫ്ലൈറ്റ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് അവരുടെ കൗണ്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ആദ്യം ആ കൗണ്ടേഴ്സിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. നമ്മൾ ഏത് ഫ്ലൈറ്റിലാണോ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് അതത് കമ്പനീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ കൗണ്ടർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഈ ടിക്കറ്റ് അതിൻ്റെ ഈ കൗണ്ടർ ഫയൽ കാണിക്കുന്നു. അപ്പോൾ അവരത് നോക്കി വെരിഫൈ ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ എക്സാക്റ്റ് ടിക്കറ്റ് അവർ അവിടെ നിന്നാണ് ഇഷ്യൂ ചെയ്ത് തരുന്നത്. നമ്മുടെ സീറ്റിംഗ് പൊസിഷൻ എവിടെയാണ്, നമ്മളെവിടെയാണ്, ഏത് ഗേറ്റ് വഴിയാണ് എൻ്റർ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം ഒരു കൺഫർമേഷൻ, അതിൻ്റെ ഒരു പ്രിൻ്റ് ആയിരിക്കും നമ്മുടെ കയ്യിലുണ്ടായിരിക്കാം. അപ്പോൾ നമ്മളത് വൺസ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്തിട്ട് അതത് കമ്പനിയുടെ, ഇപ്പം എയർ ഇന്ത്യ ആണെങ്കിൽ എയർ ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഇപ്പം ജെറ്റ് എയർവേസ് ആണെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരിക്കും, എമിറേറ്റ്സ് ആണെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതത് കൗണ്ടറിലേക്ക് പോകാം. അപ്പോൾ അവർ നമുക്ക് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്ത് തരും. അപ്പം ഇതാണ് ആ കമ്പനിയുടെ ഒരു ഓതറിറ്റേറ്റീവ് ഡോക്യുമെൻ്റ് ആണ് നമുക്ക് ഫ്ലൈറ്റിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, സോ ബോർഡിംഗ് പാസ് കിട്ടുന്നു. ദെൻ ഇഫ് ദ പാസഞ്ചർ ഹാവ് ആൻ എക്സസ് ബാഗേജ് ദേ നീഡ് ടു പേ ആൻ എക്സ്ട്രാ എമൗണ്ട് ആസ് പെർ ദി എയർലൈൻ ഫെയർ. അതിന് നമ്മൾ നേരത്തെ അടുത്ത് പോകുന്നത് നമ്മുടെ ഇമിഗ്രേഷൻ ആൻഡ് അതുപോലെ കസ്റ്റംസ് ക്ലിയറൻസിനാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് സാധാരണ നമ്മുടെ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഉണ്ടായിരിക്കും, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ്സ് ഉണ്ടായിരിക്കും, അതുപോലെ നമ്മുടെ കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്യുന്നത് നമ്മുടെ ബാഗേജൊക്കെ ചെക്ക് ചെയ്യുന്നത്, അതായത്
സെക്യൂരിറ്റി ഹാൻഡിൽ ചെയ്യുന്ന അതത് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ബാഗും നമ്മുടെ ബാഗേജ് അവരുടെ അടുത്ത് കൊടുക്കുന്നു. അതുപോലെ നമ്മുടെ സെക്യൂരിറ്റി ചെക്ക് അവിടുന്ന് ചെയ്യുന്നു. നമ്മുടെ ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ്സ് ഉണ്ടായിരിക്കും. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയർ ആണോ എന്നുള്ളതൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പാസ്പോർട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ അവരുടെ അടുത്ത് കൊടുക്കുന്നു. അപ്പോൾ അവരിതെല്ലാം ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയർ ആണെങ്കിൽ ഇമിഗ്രേഷൻ സീൽ വയ്ക്കുന്നു. ഓക്കെ, നമ്മൾ ഇവിടുന്ന് പുറപ്പെടുന്നു എന്നുള്ളതിന്, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഡിപ്പാർച്ചർ ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാനായിട്ട് ഒരു ഇമിഗ്രേഷൻ സീൽ വയ്ക്കും. ഓക്കെ, അപ്പം നമ്മൾ പിന്നീട് നമ്മുടെ ബാഗേജ് അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. Then if it is domestic destination, passenger need not go through the customs and immigration check. നമുക്കറിയാം, നമ്മൾ അബ്രോഡ് പോവുകയാണെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സിൽ കയറുമ്പോൾ മാത്രമാണ് നമുക്ക് ശരിക്കും പാസ്പോർട്ട് ആവശ്യമുള്ളൂ, നിർബന്ധമില്ല. നമ്മളിപ്പോൾ ഡൊമസ്റ്റിക് പാസഞ്ചർ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യക്കുള്ളിൽ നമുക്ക് എങ്ങോട്ട് പോകാനായിട്ടും നമുക്ക് പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാം. നമുക്ക് ഈസി ആയിട്ട് ഈ പ്രോസസ്സിൽ നമുക്ക് ഒഴിവാകുന്നതാണ്. പക്ഷേ നമ്മളൊരു ഇൻ്റർനാഷണൽ ടൂറാണ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സെക്യൂരിറ്റി ചെക്ക് അതുപോലെ ഇമിഗ്രേഷൻ സീലൊക്കെ വയ്ക്കേണ്ടി വരും. ആ പ്രൊസീജിയറിനുള്ള നമ്മൾ കടന്നു പോകണം എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞു, എക്സസ് ബാഗേജ് ഉണ്ടെങ്കിൽ ഒരു നിശ്ചിത ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ക്യാഷ് പേ ചെയ്യണം എന്നുള്ളതാണ്. ആഫ്റ്റർ ദി കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ പാസഞ്ചർ പ്രൊസീഡ്സ് ടു ദി സെക്യൂരിറ്റി ചെക്ക് പറഞ്ഞു. കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ ചെക്ക് കഴിഞ്ഞാൽ പിന്നെ സെക്യൂരിറ്റി ചെക്കാണ്. അതായത് നമ്മൾ വേറെ പ്രശ്നക്കാരില്ല എന്നുള്ളത് അവർക്ക് കൺഫേം ചെയ്യേണ്ടത് അതത് ഒഫീഷ്യൽസിന്. അപ്പോൾ അതിനനുസരിച്ച് അതത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവർ ആ ഡ്യൂട്ടി ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുള്ള ഏത് ഗേറ്റ് ആണോ അതുവഴി ഫ്ലൈറ്റിലേക്ക് കയറുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സൊക്കെ ആണെങ്കിൽ ഗേറ്റ് ഉണ്ടായിരിക്കും, G1, G2, G3 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഗേറ്റ് ഉണ്ടായിരിക്കും, ഡിഫറെൻറ്റ് ടെർമിനൽസ്. അപ്പം നമ്മൾ അതുവഴിയാണ് ഫ്ലൈറ്റിലേക്ക് പ്രവേശിക്കേണ്ടത്. ഓക്കെ, അതല്ലാതെ നമുക്ക് ഇപ്പം നമ്മൾ ഡൊമസ്റ്റിക് ട്രാവലറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ചിലപ്പോൾ നമ്മളെ കൊണ്ടുപോകാനായിട്ട് ആ പർട്ടിക്കുലർ ഏജൻസിയുടെ ഫ്ലൈറ്റ്സ് ഉണ്ടായിരിക്കും. ഫ്ലൈറ്റ് എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് പോകാനായിട്ട് ആ പർട്ടിക്കുലർ കമ്പനിയുടെ ഏതെങ്കിലും ക്യാബ് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രക്ക് പോലെയുള്ള സംവിധാനങ്ങളുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എംബാർക്കേഷൻ അല്ലെങ്കിൽ ബോർഡിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. എൻ്റർ ചെയ്യുന്നു, ആദ്യം നമ്മൾ ബോർഡിംഗ് പാസ് എടുക്കുന്നു, പിന്നെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് ക്ലിയറൻസ്, പിന്നെ അത് കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്ക്, പിന്നെ നമ്മൾ ഏത് ടെർമിനലാണോ നമുക്ക് ഇഷ്യൂ ചെയ്ത് തന്നിരിക്കുന്നത് അതുവഴി നമ്മൾ ഫ്ലൈറ്റിൽ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എയർ ഹോസ്റ്റസ്മാരുണ്ടാവും, ആ പർട്ടിക്കുലർ ഫ്ലൈറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതായത് സ്റ്റാഫ്സ് ഉണ്ടായിരിക്കും. അവർ നമ്മളെ റിസീവ് ചെയ്യുന്നു. എവിടെയാണോ നമ്മൾ ഇരിക്കേണ്ടത് നമ്മുടെ സീറ്റിംഗ് പൊസിഷനനുസരിച്ച് നമ്മളവിടെ പോയി ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ബോർഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഡിസംബാർക്കേഷൻ എന്ന് പറഞ്ഞു പുറത്തേക്ക് പോകുന്ന പ്രോസസ്സാണ്. For domestic passenger disembarkation, the passenger goes directly to the baggage counter and collects their baggage and they leave the airport. അപ്പം ഡൊമസ്റ്റിക് പാസഞ്ചർ ആണെന്നുണ്ടെങ്കിൽ, അതായത് പറഞ്ഞു അത് ഒരു പർട്ടിക്കുലർ കൺട്രിയുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനാണ് ഡൊമസ്റ്റിക് പാസഞ്ചർ എന്ന് പറയുക. അപ്പോൾ അയാൾക്ക് പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ ഇമിഗ്രേഷൻ അതുപോലെ കസ്റ്റംസ് ക്ലിയറൻസ് ഒന്നുമില്ല, പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. അപ്പം നമ്മൾ നേരിട്ട് കൗണ്ടറിലേക്ക് ബാഗേജ് കൗണ്ടറിലേക്ക് പോകുന്നു. വൺസ് നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ ബാഗേജ് കളക്ട് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഇൻ്റർനാഷണൽ പാസഞ്ചേഴ്സ് ആണെങ്കിൽ
സാധാരണ ഡിസംബാർക്കേഷൻ ഫോം ഉണ്ടായിരിക്കും. ഓൺ ബോർഡ് ക്രൂ ഉള്ള, അതായത് ആ പർട്ടിക്കുലർ ഫ്ലൈറ്റിൽ ഉള്ള ആളുകൾ ഇതെല്ലാം ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതത് ഫോംസ് തരും. പിന്നെ നമ്മളോട് എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അക്കോർഡിംഗ് ടു ദ എയർപോർട്ടിലെ സംവിധാനങ്ങൾ അനുസരിച്ച്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഡിസംബാർക്കേഷൻ ഫോം അത് കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കസ്റ്റംസ് ആൻഡ് ദി ഇമിഗ്രേഷൻ ചെക്ക് അതിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. നേരത്തെ ഓൺ ബോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പറഞ്ഞ പോലെ കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ ചെക്ക് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമുക്ക് ഇമിഗ്രേഷൻ സീൽ വയ്ക്കുക, അതായത് നമ്മൾ അവിടുന്ന് ഡിപ്പാർച്ചർ ചെയ്തു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്, ഏത് കൺട്രിയിലാണോ നമ്മൾ പോകേണ്ടത്, അപ്പോൾ ആ കൺട്രിയിൽ അറൈവ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കൗണ്ടർ സീൽ വയ്ക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ അവിടുത്തെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് ചെക്കിൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതായത് ജെന്യൂൻ ആയിട്ടുള്ള പാസഞ്ചർ ആണെന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ കസ്റ്റംസ് അതുപോലെ ഇമിഗ്രേഷൻ ചെക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൗണ്ടറിലേക്ക് പോയിട്ട് ബാഗേജ് കളക്ട് ചെയ്യുക. എവിടെയാണ് ബാഗേജ് റിസീവ് ചെയ്യാനായിട്ടുള്ള പൊസിഷൻ നമ്മൾ അവിടെ പോയി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടുന്ന് ബാഗേജ് കളക്ട് ചെയ്യാം, ദെൻ എയർപോർട്ടിൽ നിന്ന് ലീവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എംബാർക്കേഷൻ ആൻഡ് ഡിസംബാർക്കേഷൻ പ്രോസസ്സിൽ പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.